അതെ. ഹായ്, ഞാൻ ആന്റണി പൈതൽമല. ഇന്ത്യൻ ഇക്കോ ടൂറിസം ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ തങ്കത്താളുകളിൽ പുതുപുത്തൻ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് അതിവേഗം ബഹുദൂരം സമാനതകളില്ലാതെ മുന്നേറുന്ന പൈതൽമല ഇക്കോ ടൂറിസം കേന്ദ്രം. അതെ, ഈ കോടമഞ്ഞിന്റെ കൂടാരത്തിലേക്ക് കുളിർകാറ്റിന്റെ അകമ്പടിയോടുകൂടി കളകളാരവം മുഴക്കി ഒഴുകുന്ന തേനരുവികളും അരുവികളിൽ കുളിച്ചുല്ലസിക്കുന്ന പക്ഷി മൃഗാദികളെയും ആവോളം കൊണ്ട് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ പറുദിശയായ പൈതൽമലയിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആദ്യത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, അതേ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി, അതേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പൈതൽമല എന്നാൽ ഏകദേശം 500-ലേറെ വർഷത്തെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. 500-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽക്കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മല. അതുകൊണ്ട് തന്നെ ഈ മല റിക്കാർഡിക്കലായി 2 പേരുകൾ അറിയപ്പെടും. ഒന്നാമതായി തന്നെ വൈതൽമല എന്നും രണ്ടാമതായിട്ട് പൈതൽമല. വൈതൽമല എന്ന് വിളിക്കാൻ കാരണം വൈതൽക്കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായതുകൊണ്ട് രാജാവിൻ്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽമല എന്ന് വിളിച്ചു പോകുന്നു. പിൽക്കാലത്ത് നമ്മളുടെ ഈ മലയോട് ചേർന്നതിൻ്റെ കിഴക്ക് വടക്ക് അതിർത്തിയിൽ പങ്കിടുന്ന കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ് മലനിരകളാണ്. ഈ കൂർഗ് മലനിരകൾ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ മലനിരകളാണ്. ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മളുടെ മല. അതുകൊണ്ട് തന്നെ ഈ മലയെ പൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു. പിൽക്കാലത്ത് റിക്കാർഡിക്കലായി പൈതൽ മല എന്ന പേരിലേക്ക് മാറുവാനുണ്ടായത്. ഈ മലയുടെ മുകളിൽ നിന്നിട്ടും കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ ക്ലിയറുള്ള പോണാൽ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ 10,000-കണക്കിന് ഏക്കർ സ്ഥലം, വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളും അവരുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി മുതൽ തടിയന്തമോൾ, ഏഴിമടക്കൻ, മഞ്ഞുമല, കത്തിവാണ തുടങ്ങിയുള്ള നിരവധി മലനിരകളാണ് നമുക്ക് നേരിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അതെ, ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള അറബിക്കടൽ, കണ്ണൂർ ടൗണ്, പയ്യമ്പൽ ലൈറ്റ് ഹൗസ്, വളപട്ടണം പുഴ, മട്ടന്നൂർ വിമാനത്താവളം, ഏഴിമല, നാവി അക്കാദമിയുടെ വ്യൂ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, ബേക്കലിൻ്റെ ഭാഗങ്ങൾ, കാസർഗോഡിൻ്റെ ഭാഗങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കുക. അതെ, നേരിൽ ഈ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് വയനാടൻ മലനിരകൾ, താമരശ്ശേരി ചുരം റോഡ് പോകുന്ന മലനിരകൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു മലയുടെ മുകളിലേക്ക് വന്ന കേരളത്തിലെ 4 ജില്ലകളുടെ ഭാഗങ്ങൾ, അറബിക്കടൽ, കർണാടകം തുടങ്ങിയ നിരവധി കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ 98-ലാണ് താഴെ, ഇപ്പോൾ കോടയായതുകൊണ്ട് കാണുന്നില്ല, 98-ലാണ് മണൽ സിമെൻറ്റ് കമ്പി മീറ്ററിൽ സാധനങ്ങളെല്ലാം ചുമന്നു കൊണ്ടുവന്നൊരു വാച്ച് ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. 2014 വരെ 5 പൈസ പോലും ടിക്കറ്റ് ഇല്ലാതെ എല്ലാവരെയും ഫ്രീ ആയി കയറ്റി. 2014 ആയപ്പോഴത്തേക്ക് സംഭവിച്ചു പോയത് കുറച്ച് മുതിർന്ന ആൾക്കാർ വന്ന്, അഥവാ ലോക്കലിലുള്ള ആൾക്കാർ വന്നാൽ കുറച്ച് ലിക്കറൊക്കെ ആയിട്ട് വന്നാൽ ഒരു പക്ഷേ വെള്ളവടി ചീറ്റുകളെ കിലുക്കിക്കുത്ത് കഞ്ഞി വെക്കുന്നു, കരി വെക്കുന്നു, പുല്ലിറങ്ങുമ്പോൾ അതിനെ തീയിടുന്നു. ആ വാച്ച് ടവറിൻ്റെ ആൾക്കാർ ദിവസങ്ങളോളം ഇവിടെ തങ്ങിക്കൊണ്ട് വാച്ച് ടവറിൻ്റെ 90% അടിച്ചു പൊട്ടിച്ച് തകർത്ത് കളയാണ് ഉണ്ടായത്. അതുപോലെ ഈ മലയുടെ മുകളിൽ ഏറ്റവും അങ്ങേറ്റത്ത് പണ്ട് രാജാവ് വനവാസം ചെയ്ത ബിൽഡിംഗ് 99% തകർത്ത് കളഞ്ഞു. അത് അടിച്ചു പൊട്ടിച്ച് മുറ്റത്തൊരു മണിക്കണ്ണുണ്ടായിരുന്നു, അതിനകത്തേക്ക് അത് മൂടിക്കളഞ്ഞു. ഇന്ന് ഈ പുല്ല് കാണുന്നതിന് പകരം മേടിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലുമായിട്ട് മാറി. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പരാതി അതൊന്നുമായിരുന്നില്ല. അന്ന് ലേഡീസിന് വരത്തില്ല, കുട്ടികൾക്ക് വരത്തില്ല, ഫാമിലിക്ക് വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മലയുടെ മുകൾ ഭാഗം കുറച്ച് സാമൂഹ്യവൃത്തിയുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിട്ട് മാറാനുണ്ടായത്. ഈ സമയത്താണ് നമ്മുടെ മേലുദ്യോഗസ്ഥർ വന്നു കെട്ടി പകരെടുത്തൊരു തീരുമാനം. ഒന്നെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ടും നിരോധിക്കുക, അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് വരുന്ന ആൾക്കാരെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് അവരുടെ ബീഡി, സിഗരറ്റ്, ലൈറ്റർ, തീപ്പെട്ടി, മധു, ഹാൻസ്, ലിക്കർ തുടങ്ങി മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ, അഥവാ കള്ള്, കഞ്ചാവ്, ചരസ്, ചാരായം, ബ്രാൻഡ്, വിസ്കി, പിരംഷോൽ തുടങ്ങിയ മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് പുറത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലുള്ള 1 രൂപയുടെ മിഠായി ആണെങ്കിൽ അതും മുതൽ സ്നാക്സ് ഐറ്റംസുള്ള ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധികം ആർക്കെങ്കിലും കടന്നു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം വിടാനുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവരാം, ഇഷ്ടമുള്ളിടത്തോളം ഭക്ഷണം കൊണ്ടുവരാം. ഒന്നെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിയിലോ ബാഗിലോ വേണമെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വ്യവസ്ഥ, പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ തന്നെ വാട്ടർ ബോട്ടിൽ എത്രയുണ്ടെങ്കിലും നിങ്ങൾക്ക് കയറ്റിക്കൊണ്ട് വരാവുന്നതാണ്. അതിൻ്റെ എണ്ണം കൗണ്ടറിൽ കൊടുക്കുകയും മടങ്ങി ചെല്ലുമ്പോൾ കാലി ബോട്ടിൽ അവിടെ തന്നെ കാണിക്കുകയും പുറത്ത് ബോട്ടിൽ പോത്തണ്ട് അവിടെ നിക്ഷേപിച്ചിട്ട് മടക്കുകയും ചെയ്തു. ഈ വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ വരാൻ താല്പര്യമുള്ള ജാതി, മത, വർഗവർണ്ണ, ഭാഷദേശ, ലിംഗ, രാഷ്ട്രീയ, സാമ്പത്തിക, പ്രായ വ്യത്യാസമില്ലാത്ത ഏവരെ സ്വാഗതം ചെയ്തുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വരേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് എൻട്രൻസ് ഓപ്പൺ ചെയ്യുകയും വൈകിട്ട് 3 മണിക്ക് എൻട്രൻസ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതെ, 3 മണി വരെ കടന്നു വരുന്നവർ നിർബന്ധമായി 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കൗണ്ടറിൽ നിന്നും എടുത്തിരിക്കുന്ന ടിക്കറ്റ് മടക്കി കൗണ്ടറിൽ കാണിച്ച് മടങ്ങിപ്പോയതായിട്ട് ഉറപ്പുവരുത്തി കടന്നു പോകേണ്ടതാണ്. 5 മണിക്ക് ശേഷം പൈതൽമലയുടെ മുകളിൽ തങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും 500 രൂപ ഫൈൻ ഈടാക്കുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ പൈതൽ മലയിലേക്ക് വരാൻ 2 എൻട്രൻസ് ആണുള്ളത്. ഫസ്റ്റ് എൻട്രൻസ് കുടിയാൻമല, പൊട്ടംപ്ലാവ്, പൈതൽ മല. ഈ റൂട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും കുടിയാമല എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം പൈതൽ മല ടിക്കറ്റ് കൗണ്ടർ എന്ന് തന്നെ അടിച്ചു കൊടുക്കേണ്ടതാണ്. പൈതൽ മല എന്നടിച്ചാൽ നിങ്ങളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും. സെക്കൻഡ് എൻട്രൻസ് വഴി വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലക്കോട് കാപ്പിമല മഞ്ഞപ്പള്ളി ടിക്കറ്റ് കൗണ്ടർ എന്ന് അടിച്ചു കൊടുക്കുകയും അതുവഴി പോവുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരം വ്യവസ്ഥകളനുസരിച്ച് വരാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ആന്റണി പൈതൽ മല.